PM ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഏറെക്കുറെ ഒരു അഭിപ്രായ സമന്വയം ഇടതുപക്ഷം ഉണ്ടാക്കിയ സമയത്ത് രൂക്ഷമായി എതിർത്ത പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അത് ന്യൂനപക്ഷ വിരുദ്ധമാണ്. അത് വലിയ രീതിയിലുള്ള വിഷയം ഭാവിയിൽ ഉണ്ടാവും. അതുകൊണ്ട് അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. കേന്ദ്ര സർക്കാർ എന്തെങ്കിലും അപ്പകഷങ്ങൾ തരുന്ന സമയത്ത് കയ്യും നീട്ടി സ്വീകരിക്കുന്ന ഒരു രീതിയിലേക്ക് മാറാൻ പാടില്ല ഇടതുപക്ഷം. അതുകൊണ്ട് അത് മാറി ചിന്തിക്കണം എന്ന നിലപാടുമൊക്കെ ആയിട്ട് വലിയ രീതിയിലുള്ള സമരങ്ങളും പ്രശ്നങ്ങളും വിഷയങ്ങളും ഒക്കെ ആയി നിയമസഭക്കകത്ത് പോലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗ്. UDF ഒരു പരിധി വരെ അതിന് സപ്പോർട്ട് ചെയ്ത വിഭാഗമാണ്. കാര്യം എന്ന് വെച്ചാൽ അങ്ങനെ ഉണ്ടാവരുത്, അത് ശരിയായിരിക്കുന്ന കാര്യമല്ല എന്നുള്ളത്. എന്നാൽ ഇപ്പോൾ UDF സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വന്ന സമയത്ത് PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യത്തിന് അനുഭാവപൂർവമായിരിക്കുന്ന ചില നിലപാടുകളൊക്കെയാണ് എടുത്തത്. അത് ഉണ്ടാവാം, വലിയ സാമ്പത്തികം നൽകുന്നതാണല്ലോ, ആലോചിക്കാം, കൂടി ആലോചിക്കാം, ചർച്ച ചെയ്യാം എന്ന രീതി ഒരു അനുകമ്പ നയമാണ് ഇപ്പോൾ ലീഗിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തുണ്ടാകുന്നത്. ഒന്നുകിൽ അത് അയാൾ അതേക്കുറിച്ച് പഠിക്കാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ നാടകം കളിക്കുകയാണ്, അല്ലെങ്കിൽ സമുദായത്തെ ഒറ്റുകൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് എന്തെങ്കിലും കൈക്കൂലി കിട്ടിയിട്ടുണ്ടാവും എന്ന് പോലും നമുക്ക് പറയാൻ പറ്റുന്നതാണ്. അപ്പോൾ ഷംസുദ്ദീനെ സംബന്ധിച്ചിടത്തോളം അയാളോട് പറയാനുള്ള കാര്യം, ഇതൊരു അപകടകരമായിരിക്കുന്ന ഒരു നിലപാടിലേക്കാണ് നിങ്ങൾ കൊണ്ടെത്തിക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു 5 വർഷത്തേക്കുള്ള കേസല്ല, 10 വർഷത്തേക്കുള്ള കേസല്ല. വരാൻ പോകുന്ന ഭാവി തലമുറ മുഴുവനും അനുഭവിക്കേണ്ടതും ചരിത്രം അപ്പാടെ തേഞ്ഞു മാഞ്ഞു പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്താൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് ഈ വിഷയം കൊണ്ടെത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അന്ന് പഠിച്ച നിങ്ങൾ എന്തുകൊണ്ട് ഇപ്പോൾ പഠിക്കുന്നില്ല, അന്ന് എതിർത്തവർ എന്തുകൊണ്ട് ഇപ്പോൾ അനുകൂലിക്കുന്നു എന്നതൊക്കെ കൃത്യമായ രീതിയിൽ പഠിക്കാൻ തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. എന്താണ് PM ശ്രീ പദ്ധതി എന്നുള്ളത് നമ്മൾ ഷോർട്ടായിട്ട് നമുക്ക് നോക്കാം. പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റിസിങ് ഇന്ത്യ, അതാണ് അതിൻ്റെ ഫുൾ ഫോമായിട്ട് വരുന്നത്. 2022 സെപ്റ്റംബറിലാണ് ഈ പദ്ധതി പ്രഖ്യാപിച്ചത്. 14,500-ലധികം സർക്കാർ എയ്ഡഡ് സ്കൂളുകളെ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയിട്ട് മാതൃകാ സ്കൂളാക്കി മാറ്റുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. ഗ്രീൻ സ്കൂളാക്കി മാറ്റുന്നതിനെ കുറിച്ച് അതിൻ്റെ ഓരോരോ ഭാഗങ്ങളും പ്രത്യേകമായ രീതിയിൽ ഇങ്ങനെ വിവരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. പാരിസ്ഥിതിക ഈ സൗഹൃദമാക്കുക, ഈ സോളാർ പാനൽ സ്ഥാപിക്കുക, ഈ ജൈവ കൃഷിത്തോട്ടങ്ങൾ, മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ, മഴവെള്ള സംഭരണ സെല്ല് എന്നിവയൊക്കെ ഒരുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. ഡിജിറ്റൽ സൗകര്യങ്ങൾ, ഫണ്ടിങ്, സ്മാർട്ട് റൂം, കമ്പ്യൂട്ടർ ലാബ്, ഡിജിറ്റൽ ലൈബ്രറി, ഈ ബാങ്കിങ് സംവിധാനങ്ങൾ, അതിനൊക്കെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. അതൊക്കെ ഒരുപാട് രീതിയിൽ വളരാനുള്ള സൗകര്യ കാര്യങ്ങളൊക്കെ നൽകുകയും ചെയ്യുക. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ട് ഇതൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. സ്കൂൾ തലം മുതൽ ഉന്നത വിദ്യാഭ്യാസം തലം വരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. 1968, 1986, പിന്നെ 2022 യഥാർത്ഥത്തിൽ ഇത്രയും വലിയൊരു മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. അന്നൊക്കെ ഉണ്ടായ മാറ്റത്തിനൊക്കെ കുറേയൊക്കെ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു, ഇപ്പോൾ അനിയന്ത്രിതമാണ് എന്നുള്ള ചുരുക്കം. ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായിരിക്കുന്ന നയനിലപാടുകൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് പുറത്തു വന്നിട്ടുണ്ട്. അത് പഠിക്കാൻ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി തയ്യാറാക്കണം. അയാളത് പഠിച്ചിട്ടില്ല. അയാൾ ഈ ഇപ്പോഴത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെ ജയിക്കൂല എന്നുള്ളത് ആടിക്കളിച്ചതാണ്. ആ ജയിച്ചു, പെട്ടെന്ന് വിദ്യാഭ്യാസ മന്ത്രിയായി. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് പറയേണ്ടത് മൂപ്പർക്ക് അറിയാത്ത രീതിയിലുള്ള ഒരു നാടകം കില്ലിങ് കോലും കളിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തിയാണ് ഇപ്പോൾ ചെയ്യുന്നത് ചുരുക്കം. കസ്തൂരി രംഗൻ്റെ ചില റിപ്പോർട്ടിൻ്റെ ഭാഗം കൂടി ഇതിൽ കൂടിച്ചേർത്തിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. വിദ്യാഭ്യാസ രീതി 10+2, 10++2 എന്ന രീതിയിൽ നിന്ന് മാറ്റം വരുത്തി 5+3+3+4 എന്ന തരത്തിലേക്ക് ഈ കാര്യങ്ങൾ പോകും. നമ്മളിതിൽ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾ വല്ലാത്ത രീതിയിൽ പ്രതിസന്ധി പ്രയാസം അനുഭവിക്കുന്ന പല ഘട്ടങ്ങളിലും മുസ്ലിം ലീഗ് ചില കാര്യത്തിലൊക്കെ കൃത്യമായിരിക്കും നിലപാട് സ്വീകരിച്ചിട്ടില്ല. അത് മുത്തലാഖ് ബില്ലുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ പാർലമെൻറ്റിൽ വോട്ടിങ്ങിന് വന്ന സമയത്ത് കുഞ്ഞാലിക്കുട്ടി പോലും പങ്കെടുത്തിട്ടില്ല. അതേപോലെ തന്നെ ഈ ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുക്കുന്ന BJPയുടെ ഭരണകാലത്ത് വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം വന്ന സമയത്തും അന്ന് മുസ്ലിം ലീഗ് അംഗങ്ങൾ അവിടെ എത്തിയിട്ട് മുസ്ലിം ലീഗ് കുഞ്ഞാലിക്കുട്ടി അതുകൊണ്ട് എത്താത്തത്. അപ്പോൾ ആ സമയത്ത് ഹൈദരാബാദിലുള്ള MP സ്വന്തം മകളുടെ വിവാഹം മാറ്റിവെച്ചുകൊണ്ട് അവിടെ എത്തിയതും ശ്രദ്ധേയമാണ്. ആ സമയത്താണ് മൊത്തത്തിൽ ഈ ന്യൂനപക്ഷ വിഷയകാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ സംസാരിക്കുന്ന അതുമായിട്ട് ബന്ധപ്പെടുന്ന മുസ്ലിം ലീഗിന് പ്രതിനിധി എത്താത്തത് എന്നുള്ളത് അന്ന് ചർച്ച ചെയ്യപ്പെട്ടതാണ്. മീഡിയയൊക്കെ അത് ചോദിച്ചതുമാണ്. അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ വന്നാൽ എന്തായിരിക്കും ഫലം, എന്തൊക്കെയാണ് ഇതിൻ്റെ ലക്ഷ്യം വെക്കുന്നത്, ഇതിൻ്റെ പരിണത ഫലം, അതിൻ്റെ പുറകോട്ട് എന്തൊക്കെയായിരിക്കും എന്ന് നമ്മൾ നോക്കാം. ഇന്ത്യയിലെ മുസ്ലിം, ക്രിസ്ത്യൻ വിഭാഗങ്ങളും ദളിത് പിന്നോക്ക വിഭാഗവുമാണ് പ്രധാനമായിട്ട് ഇതിനെതിരായിട്ട് വാദപ്രതിവാദങ്ങൾ എതിരായിട്ട് നിൽക്കുന്നത്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് എതിർപ്പില്ലാത്ത രീതിയിൽ അത് നടപ്പിലാക്കുന്നത്. ബാക്കിയുള്ള എല്ലാ സംസ്ഥാനത്തും വലിയ രീതിയിൽ പ്രതിഷേധങ്ങളും വലിയ രീതിയിൽ വിഷയങ്ങളും ഉണ്ടായിട്ടുണ്ട്. സംസ്ഥാന സർക്കാരാണ് ഇതിന് അനുമതി നൽകേണ്ടത്. അനുമതി നൽകിയാൽ അത് സ്ഥിര വിദ്യാഭ്യാസ രീതിയായിട്ട് മാറും. ഭരണഘടനയുടെ
ആർട്ടിക്കിൾ 30 ലംഘനമാണ് എന്നുള്ളതാണ് ന്യൂനപക്ഷങ്ങൾ പറയുന്നത്. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് സ്വന്തമായി സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനും നടത്താനുമുള്ള അവകാശം ആർട്ടിക്കിൾ 30 പറയുന്നുണ്ട്. അത് ഇല്ലാതാകും ഓട്ടോമാറ്റിക്കായിട്ട്. സ്കൂൾ തലം മുതൽ ഉന്നത വിദ്യാഭ്യാസം വരെ കേന്ദ്രീകൃത സംവിധാനത്തോടു കൂടി വരും. പൊതുപരീക്ഷ പ്രവേശന മാനദണ്ഡങ്ങളെല്ലാം കേന്ദ്രം തീരുമാനിക്കും. 1500 കോടി രൂപയാണ് ഏകദേശം സംസ്ഥാനത്തിന് നൽകുന്നത്. ഒരു സ്കൂളിന് ഏകദേശം 1 കോടി രൂപയോളം വരും. അതിൽ 60-40 ആണ് അനുമാനം വരുന്നത്. അതായത് 60% കേന്ദ്ര സർക്കാർ, എന്നാലും 40% സംസ്ഥാന സർക്കാർ എടുക്കണം. പിള്ളേർ തരുന്നൊന്നുമില്ല എന്ന് മാത്രം. ന്യൂനപക്ഷ അധികാരങ്ങൾ നഷ്ടപ്പെടുന്ന പാഠ്യപദ്ധതി കേന്ദ്രം തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് എതിർക്കാൻ വേണ്ടി പറ്റില്ല. ന്യൂനപക്ഷം, അതായത് പഠിക്കുന്ന സ്കൂൾ, കേരളത്തിലെ സ്കൂളിൽ പഠിക്കുന്ന സിലബസുകൾ, വിഷയങ്ങൾ ആരാണ് എഴുതുന്നത്? കേരളത്തിലെ ചരിത്രകാരോ ബന്ധപ്പെട്ടവരാണ് എഴുതുന്നത്. അപ്പോൾ അത് യൂണിവേഴ്സിറ്റി തലത്തിലൊക്കെ നോക്കുന്ന സമയത്ത് കേരള യൂണിവേഴ്സിറ്റി ആണെങ്കിലും ഗാന്ധി യൂണിവേഴ്സിറ്റി ആണെങ്കിലും ഈ കണ്ണൂർ യൂണിവേഴ്സിറ്റി ആണെങ്കിലും അത് പഠനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ഇവിടുത്തെ ഒരു കയ്യൊപ്പ് അതിലുണ്ട്. ഇനി അതിൽ ഏതെങ്കിലും തരത്തിൽ വിവാദം ഉണ്ടാക്കുകയാണെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിന് ഇടപെട്ടുകൊണ്ടോ വിദ്യാഭ്യാസ മന്ത്രിക്ക് ഇടപെട്ടുകൊണ്ടോ ആ സിലബസ് മാറ്റാനുള്ള അധികാരമുണ്ട്. ആ അധികാരം അങ്ങനെ തന്നെ ഇല്ലാതാവും. സംസ്കൃതത്തിന് കൂടുതൽ പ്രാധാന്യം ഈ വിഷയത്തിൽ നൽകുന്നുണ്ട്. കാരണം കേന്ദ്രീകൃതമായിരിക്കാണ് ഈ സിലബസ് കാര്യങ്ങൾ വരുന്നതെന്ന് ചുരുക്കം. അറബി ഉറുദു ഭാഷകൾ ഘട്ടം ഘട്ടമായിട്ട് അപ്രത്യക്ഷമാകാനുള്ള സാധ്യതയുണ്ട്. കാരണം എതിർക്കാൻ കഴിയില്ല. കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ട്. കരാർ വ്യവസ്ഥ 5 കൊല്ലത്തേക്കല്ല, ജീവനാധാരം കരാർ വ്യവസ്ഥ നിലനിൽക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥിതി കാര്യങ്ങളിൽ വരും. ഞങ്ങൾ ഒരു പ്രാവശ്യം കേന്ദ്രീകൃതപരമായിരിക്കുന്ന സംവിധാനങ്ങൾ അംഗീകരിച്ചു, ഇനി അടുത്ത കൊല്ലം ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. അങ്ങനെയില്ല, അത് നിലനിൽക്കുന്നതാണ്. അപ്പോൾ ചതിക്കുയിലേക്കാണ് പോകുന്നത്, അറിയാതാണ് പോകുന്നതെങ്കിൽ, അതല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും സാമ്പത്തിക വന്നോട്ടെ, അത് സമുദായവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം പിന്നീടുണ്ടാകുന്നതല്ലേ എന്ന് മനസ്സിലാക്കിയിരിക്കുക. 2 തരത്തിൽ ഇതിനെ വ്യാഖ്യാനിക്കാൻ വേണ്ടി പറ്റും. വിദ്യാഭ്യാസ ചട്ടങ്ങൾ മാറ്റപ്പെടുത്തുകയാണ്. ചില ഈ വേറിട്ട തരത്തിലൊക്കെ എന്ന് വെച്ചാൽ കൂട്ടിച്ചേർക്കലല്ല, പകരം വെട്ടിക്കുറക്കൽ ഉണ്ടാകും എന്നുള്ളതാണ്. വിദ്യാഭ്യാസ നയത്തിലെ ചില മാറ്റങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും. ദരിദ്രന് പ്രയാസമാകുന്ന വിദ്യാഭ്യാസത്തിന് രീതിയിലേക്ക് വരും എന്ന് വെച്ചാൽ പണം കൂടുതൽ കൊടുക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ ഭാവിയിൽ വരാൻ പോവുക. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ +2 വരെയുള്ള വിദ്യാഭ്യാസം പൂർണ്ണമായിരിക്കും സൗജന്യമാണ് സർക്കാർ തലത്തിൽ. ഒരു പക്ഷേ അതിന് ഫീസ് ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട്. കാരണം ഇത്രയും വലിയ പണമൊക്കെ ചിലവാക്കിയിട്ടുണ്ട്. ആ ചിലവാക്കിയ സമയം നമ്മൾ റോഡിന് ടോൾ കൊടുക്കുന്ന പോലെയാണ്. നമ്മൾ ടാക്സ് കൊടുക്കുന്ന പണം കൊണ്ടാണ് റോഡ് ഉണ്ടാക്കുന്നത്. ആ റോഡ് ടാർ ചെയ്ത് ക്ലിയർ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് വീണ്ടും ടോൾ വാങ്ങിയിട്ടാണ് നമുക്ക് അതിലൂടെ പോകാൻ വേണ്ടി പറ്റുക. അപ്പോൾ 2 ചിലവാണ് നമുക്കുണ്ടാകുന്നത്. ആ രീതിയിലേക്ക് വിദ്യാഭ്യാസം മാറുന്ന സമയത്ത് ഇനി എന്തുണ്ടാവും എന്നറിയോ? പാവപ്പെട്ടവർക്ക് അത്ര ഉന്നത വിദ്യാഭ്യാസം നേടാൻ പറ്റാത്ത രീതിയിലുള്ള സാഹചര്യങ്ങൾ വരും. അപ്പോൾ ഗവൺമെൻറ് തലത്തിൽ ഉദ്യോഗം കിട്ടാത്ത രീതിയിൽ വരും. അങ്ങനെ പലതരത്തിലും പല കോണിലായിട്ട് വിദ്യാഭ്യാസം മുറിഞ്ഞു പോകാൻ സാധ്യതയുണ്ടെന്ന് വിലയിരുത്തുന്നു. കരിക്കുലം അപ്പാടെ തന്നെ മാറും. ഇപ്പോഴത്തെ നിലവിൽ 2-3 മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അത് നമ്മൾക്ക് ഈ ജെമിനിയൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതിൽ പറയുന്നത് 12ാം ക്ലാസ്സിലെ പൊളിറ്റിക്കൽ സയൻസ് ഹിസ്റ്ററി പാഠപുസ്തകത്തിൽ ചില മാറ്റങ്ങൾ, ചില ഭാഗങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. മാറ്റങ്ങൾ എന്ന് വെച്ചാൽ കൂട്ടിച്ചേർക്കലല്ല, പകരം വെട്ടിക്കുറക്കലാണ്. ഭാഗങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. അത് ഗാന്ധിയുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഗാന്ധി വധത്തിന് ശേഷം RSS നിരോധിച്ചത് ഹിസ്റ്ററിയിൽ ചരിത്ര പുസ്തകത്തിൽ ഉണ്ടായിരുന്നു +2-ൽ. അതിപ്പോൾ ഇല്ല, കാണാനില്ല. ഗാന്ധി ഹിന്ദു ഐക്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ വലിയ രീതിയിൽ ഇടപെടൽ നടത്തിയിരുന്നു. അതിപ്പോൾ കാണാനില്ല. ഗോഡ്സെയുടെ വധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ കാണാനില്ല. മുഗള ഭരണകാലം ഗുജറാത്ത് കലാപവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ബാഹ്യമായിട്ടോ പൂർണ്ണമായിട്ടോ ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. അത് ചരിത്രപരമായിരിക്കുന്ന സംഭവങ്ങൾ നീക്കം ചെയ്യുന്ന സമയത്ത് പിന്നെന്താവും? അതിൽ ന്യൂനപക്ഷങ്ങൾ ഭാവി തലമുറയിൽപ്പെട്ട ആൾക്കാർ നോക്കുന്ന സമയത്ത്, ഇപ്പോഴത്തെ തലമുറയല്ല വരാൻ പോകുന്ന തലമുറ നോക്കുന്ന സമയത്ത് മുഗൾ സാമ്രാജ്യം ഉണ്ടാക്കിയത് അത് താജ്മഹൽ ആണെങ്കിലും ചെങ്കോട്ട ആണെങ്കിലും അതുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളൊന്നും മുഗളന്മാരാണ് എന്ന് പറയാൻ വേണ്ടി സാധിക്കാത്ത രീതിയിൽ പുതിയൊരു സംവിധാന കാര്യങ്ങൾ വരും. നമ്മളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന പല സംഭവം ചരിത്രമായി മാറും. ചരിത്രം എന്ന് പറയുന്നത് തന്നെ എഴുതുണ്ടാക്കുന്നതാണ്. അതിൽ യാഥാർത്ഥ്യവുമായിട്ട് ബന്ധമില്ലാത്തത് എഴുതുണ്ടാക്കുന്ന സമയത്ത് എന്തുണ്ടാവും? അത് പഠിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് വരും. ഘട്ടം ഘട്ടമായ രീതിയിൽ മുസ്ലിങ്ങൾ അല്ലെങ്കിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടു. അതിന് മുൻപും 400ഓളം വർഷങ്ങൾ മുഗൾ സാമ്രാജ്യം ഇന്ത്യയിൽ ഭരിച്ചിട്ടുണ്ട്. അവരുണ്ടാക്കി വെച്ച സംവിധാനത്തിൽ നിന്നാണ് ഇപ്പോഴും വലിയ രീതിയിൽ കോടിക്കണക്കിന് വരുമാനം ഉണ്ടാകുന്നത്. താജ്മഹൽ സന്ദർശിക്കുന്ന, ഒരു ദിവസം സന്ദർശിക്കുന്ന ആളുകൾ എണ്ണിയാൽ തീരാത്ത അത്രയാണ്.
പിന്നെ ചെങ്കോട്ടാണെങ്കിലും താജ്മഹൽ ആണെങ്കിലും ഇന്ത്യ ഗേറ്റ് ആണെങ്കിലും അവരുണ്ടാക്കി വെച്ച സ്തൂപത്തിൻ്റെയും സംവിധാനത്തിൽ നിന്നുമാണ് ഇന്ത്യ രാജ്യത്തിന് വലിയ രീതിയിലുള്ള മുതൽക്കൂട്ടുണ്ടാകുന്നത്. അത് അവരല്ല ഉണ്ടാക്കിയത്. ഇപ്പം തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ മുഗൾ സാമ്രാജ്യങ്ങൾ അടക്കി ഭരിക്കപ്പെട്ട മഹാരാഷ്ട്ര പോലെയുള്ള ഡൽഹി, മഹാരാഷ്ട്ര പോലെയുള്ള സംസ്ഥാനങ്ങളിലെ പല സ്ഥലത്തിൻ്റെയും പേരുകൾ മാറ്റപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ മുമ്പുള്ളത് എല്ലാം ഈ അഹമ്മദാബാദ് മാത്രമേ ഇപ്പോൾ മാറാനുള്ളൂ. ഈ ബാക്കിയുള്ള പല സ്ഥലങ്ങളുടെ പേര് മുസ്ലിം നാമത്തോട് ചേർന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന അല്ലെങ്കിൽ മുഗള ടച്ചുള്ള പല പേരുകളും അപ്രത്യക്ഷമാകുന്നു. പുതിയ കാലോചിതപരമായിരിക്കുന്ന പേര് എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റ് മതസ്ഥരുമായിട്ട് ബന്ധപ്പെട്ട പേരുകൾ അവിടെ സ്ഥായിയായിട്ട് വരികയും ചെയ്യുന്നു. ബോംബെ മുമ്പ് ബോംബെ ആയിരുന്നു, ഇപ്പോൾ മുംബൈ ആണ്. മുംബൈ ദേവി എന്നുള്ള പേരിലൊക്കെയാണ് വന്നതെന്നൊക്കെ പറയപ്പെടുന്നു. ഏതായിരുന്നാലും എല്ലാ സ്ഥലത്തും അങ്ങനെ പല മാറ്റങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആ മാറ്റങ്ങൾ ചരിത്ര പുസ്തകത്തിലേക്ക് ഇറങ്ങി വരും. ചരിത്ര പുസ്തകത്തിലേക്ക് ഇറങ്ങി വരുന്ന സമയത്തുള്ള വിഷയം എന്ന് പറയുന്നത് പിന്നീട് പഠിക്കുന്ന തലമുറ ആ ചരിത്രമാണ് പഠിക്കുക. അങ്ങനെ ആ സമയത്ത് ന്യൂനപക്ഷങ്ങൾ വന്നവരായിരിക്കും, ഇവിടെ ഉള്ളവരായിരിക്കില്ല. പൗരത്വമായിട്ട് ബന്ധപ്പെട്ട വിഷയമൊക്കെ വല്ലാത്ത രീതിയിൽ അതായത് കാരിക്കുലം ഒന്നായിട്ട് മാറിയിട്ട് കേന്ദ്ര സർക്കാരാണ് വിദ്യാഭ്യാസ നയം രൂപീകരിക്കുക. പഠനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യവും പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യവും അതുമായിട്ട് ബന്ധപ്പെട്ട അതിൽ സംസ്ഥാനത്തിന് ഒരു രീതിയിൽ ഇടപെടൽ ഉണ്ടാവില്ല. അഥവാ മുസ്ലിം ലീഗാണ് ഈ പ്രവൃത്തിക്ക് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ മുസ്ലിങ്ങളെ ഒറ്റ കൊടുക്കുന്ന പ്രവൃത്തിയാണ് മുസ്ലിം ലീഗും വിദ്യാഭ്യാസ മന്ത്രിയും ചെയ്യുന്നത് എന്ന് വളരെ കൃത്യതയോടുകൂടി നമ്മൾക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.